ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 53rd GST കൗൺസിൽ മീറ്റിംഗിൽ വന്നിട്ടുള്ള റിവേഴ്സ് ചാർജുമായി ബന്ധപ്പെട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ്. നിങ്ങൾ റിവേഴ്സ് ചാർജ് ലയബിലിറ്റി അടയ്ക്കാൻ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു അൺരജിസ്റ്റേർഡ് വ്യക്തിയിൽ നിന്നാണ് നിങ്ങളൊരു സപ്ലൈ സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്നാണെന്ന് നോക്കാം. സെക്ഷൻ 73 പ്രകാരമാണ് നിങ്ങൾക്ക് നോട്ടീസോ ഓർഡറുകളോ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ അടയ്ക്കാൻ വിട്ടുപോയ റിവേഴ്സ് ചാർജ് ലയബിലിറ്റി 24-25 ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ അടച്ചിട്ട് ഈ വർഷം നമുക്ക് ക്രെഡിറ്റ് എടുക്കാം. അത് യാതൊരു തടസ്സമില്ല. ഇൻവോയ്സ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുക, ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കുക. പക്ഷേ ഇൻട്രസ്റ്റും പെനാൽറ്റി അടയ്ക്കേണ്ടി വരുന്നില്ല ആദ്യത്തെ 3 വർഷത്തേക്ക്, 17-18, 18-19 ആൻഡ് 19-20. പക്ഷേ ഫിനാൻഷ്യൽ ഇയർ 2021 മുതലുള്ള വർഷങ്ങളിലേക്കാണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് ക്രെഡിറ്റ് എടുക്കാം. പക്ഷേ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും, പെനാൽറ്റി അടയ്ക്കേണ്ടി വന്നേക്കാം. ഇനി സെക്ഷൻ 74 പ്രകാരമാണ് നിങ്ങൾക്ക് നോട്ടീസ് ഓർഡറുകൾ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും യാതൊരു ബെനിഫിറ്റും കിട്ടുകയില്ല. ടാക്സ് അടയ്ക്കുകയും വേണ്ടി വരും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനും സാധിക്കില്ല, പെനാൽറ്റിയും അടയ്ക്കേണ്ടി വരും. കാരണം 17(5)(i) പ്രകാരം 74 സെക്ഷൻ പ്രകാരം അടയ്ക്കുന്ന യാതൊരു ടാക്സിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭ്യമല്ല. വീണ്ടും കാണാം. നമസ്കാരം.